എനിക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ പറ്റുന്ന പാട്ടാണത്. അത് ഞാൻ എൻ്റെ ഏറ്റവും മാക്സിമം ബെസ്റ്റായിട്ട് ഞാൻ പാടാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജോസ്കോ ഇന്ത്യൻ വോയ്സ് സീസൺ 2 എലിമിനേഷൻ എപ്പിസോഡാണ് ഇവിടെ നടക്കുന്നത്. അടുത്തതായി പാടാനെത്തുന്നു സജന. എങ്ങനെ തോന്നി ഈ 5 പേര്? നിങ്ങൾ 5 പേര് പാടിയതിൽ മോക്ക് എവിടായിട്ടാണ് മോളെ പ്ലേസ് ചെയ്യുന്നത്? പാടിയെന്ന് കുഴപ്പമില്ലാതെ പാടിയെന്ന് എനിക്ക് തോന്നി. കുഴപ്പമില്ലാതെ പാടിയെന്ന് തോന്നിയോ? സത്യമായിട്ട് തോന്നിയോ? ഒട്ടുമില്ലെന്നല്ല, എന്നാലും ഫസ്റ്റ് പോർഷൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതുപോലെ ചില പോർഷനിൽ എനിക്ക് റിഹേഴ്സലിന് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പാടിയപ്പോൾ റേഞ്ച് അങ്ങോട്ട് എത്തുന്നില്ലാത്തപ്പോൾ അതൊരു കുഴപ്പമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അതല്ലല്ലോ പറഞ്ഞത് സജന. ഫസ്റ്റ് പോർഷനിലാണ് എനിക്ക് കൂടുതൽ സ്ട്രെയിൻ തോന്നിയത്. ചരണത്തില്ല അനുപല്ലവി പാടിയപ്പോൾ ഫസ്റ്റ് പല്ലവിയുടെ തന്നെ പോർഷൻ ചരണത്തിൽ വന്നപ്പോൾ അവിടെയും കുഴപ്പമുണ്ടായിരുന്നു. അത് അല്ലാതെ അവിടെ സംഭവിച്ചത് അതെനിക്ക് എത്തും, ആ റേഞ്ച് എനിക്ക് കംഫർട്ടാണ്. പക്ഷെ എന്തോ അപ്പൊ പാടിയപ്പോ റേഞ്ച് അല്ലായിരുന്നു, അത് വലിയ ടോപ്പൊന്നും അല്ലായിരുന്നു മോള് ചേരാണ്ടിരുന്നത്. അതെന്താണ് അങ്ങനെ? എനിക്ക് പക്ഷെ പാടിയപ്പോ എനിക്കത് ഇത്തിരി കുറച്ച് ടോപ്പായിട്ട് തോന്നി. എനിക്ക്
സ്ട്രെയിനുള്ള സ്ഥലമല്ല അത്. എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മൾ എന്താ പറയുക, ശരത്ത് പറഞ്ഞതിന്റെ ആൻസർ ഒന്ന് മോള് പറയും. ഇപ്പൊ ഈ 5 പേരില് മോൾ എവിടെ നിൽക്കണമെന്ന് മോൾക്ക് തോന്നുന്നു ഇൻ കമ്പാരിസൺ? ഓൾവേസ് ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഇൻ കമ്പാരിസൺ വിത്ത് അതർ സിംഗേഴ്സ് അല്ലേ? പാടി വെച്ച് നോക്കുമ്പോൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ. കാരണം എനിക്ക് തോന്നിയിരുന്നു, പാടുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു അത് റേഞ്ചിന്റെ പ്രോബ്ലം, പിച്ചിന്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. ശ്രുതിയുടെ കുറച്ച് പ്രോബ്ലം. അപ്പം അത് ശ്രുതിയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സീരിയസ് പ്രോബ്ലം അല്ലേ? സംഗീതത്തിന് ശ്രുതിയല്ലേ പ്രധാനമായിട്ട് വേണ്ടത് അല്ലേ? അപ്പം എന്തു ചെയ്യാം? സജ്നയ്ക്ക് പകരം ഞാൻ എവിടെയാണ്? സജ്ന എൻ്റെ സീറ്റിലാണെങ്കിൽ മോൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് പറയണം. കാര്യം ആ ഒരു നമുക്കൊരു അത് വേണ്ടേ? ധൈര്യമായിട്ട് പറ. എനിക്ക് ഇന്നാന്ന് തോന്നുന്നു. എന്നെ അങ്ങ് ഇന്നാക്കുവോ? എന്നെ ഇന്നാക്കുവോ? എങ്ങനെയാണ്? ഞാൻ ചോദിച്ചത് സജ്ന പാടിയതുപോലെ ഞാൻ പാടിയിട്ട് മോൾ എൻ്റെ സീറ്റിലിരുന്നാൽ എന്ത് ഡിസൈഡ് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത്. ചാൻസ് കൊടുക്കും ഞാൻ. എനിക്ക് അവിടെ ഞാനാണെങ്കിൽ എനിക്ക് ചാൻസ് തരും പിന്നെയും. ഇതൊരു വലിയ മനസ്സ് സജ്നയ്ക്ക്. അല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് എന്തോ ഇവിടെ പാടാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ സജനെ അങ്ങ് ഇന്നാക്കുമെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങ് കയറി അങ്ങ് ഇന്നാവോ? ഞാൻ പറയും സജന ഇന്നാണ്. സത്യം ഞാൻ പറഞ്ഞ ഞങ്ങൾ ചുമ്മാ പറഞ്ഞല്ല മോളെ. ശ്രുതി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് വേണ്ടതാണ്. പക്ഷേ മോള് പാടിയ പോർഷൻ സൂപ്പറായിരുന്നു. എനിക്ക് കുറെ ഇഷ്ടമായി. ശ്രുതി എന്ന് പറഞ്ഞ കാര്യം ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിട്ട് ഇത്ര നേരം നിന്നത് അല്ല, പിന്നെ സാറിന് കുറെ ഇഷ്ടമായെന്ന് ഞാൻ പറയാൻ നിന്നാണോ? എന്റെ കുഞ്ഞെ നിന്നെ ഇഷ്ടമായതിനുള്ള ഞങ്ങൾ എടുത്തത്. മോള് കരയല്ലേ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ ആടോ. എല്ലാം ഇഷ്ടമാണ് എനിക്ക്. സജനയുടെ കുടുംബം മുഴുവൻ എനിക്ക് ഇഷ്ടമാണ്. എന്താ ചെയ്യുമെന്ന് പറ. ഇങ്ങനെ കുറെ കുട്ടികൾ കഷ്ടം കേട്ടാ. നിങ്ങൾ കുറച്ച് ധൈര്യമായിട്ടിരിക്കുക. ധൈര്യം ഉണ്ടായിരുന്നു ഇത്ര നേരം. ഇപ്പൊ എല്ലാം എനിക്കത് കേട്ടപ്പോ എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ മൊത്തം പോയോ? ഇല്ല, സന്തോഷം കൊണ്ടോ? സന്തോഷം കൊണ്ട് ധൈര്യം പോയ കുട്ടിയെ ഇന്നാക്കിയിരിക്കുന്നു. ഇറങ്ങിപ്പോ, പൊക്കോളൂ. ഇല്ല, സജന, യു ആർ ഇൻ മോളെ. യു ആർ ഇൻ. ഇതൊരു കാര്യം.